നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. നമ്മുടെ IPL ടീമുകളുടെ ശക്തി ദൗർബല്യങ്ങൾ പരിശോധിക്കുന്ന സോട്ട് അനാലിസിസ് വീഡിയോ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെട്ട്, സോട്ട് അനാലിസിസ്. ചുരുക്കത്തിൽ നമുക്ക് ശക്തി ദൗർബല്യങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ രണ്ട് ടീമുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്ന് CSK, മറ്റൊന്ന് DC. അപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിൽ നിന്ന് നമുക്ക് തുടങ്ങാം. DC കാര്യത്തിൽ അവരുടെ സ്ക്വാഡ് നോക്കാം. പൃഥ്വി ഷോ, കരുൺ നായർ, നിതീഷ് റാണ, പഥും നിസാങ്ക, അശുതോഷ് ശർമ്മ, ഡേവിഡ് മില്ലർ, സമീർ റിസ്വി, സാഹിൽ പ്രകാശ് ബാറ്റർമാരായിട്ടാണ് ഇവർ. വിക്കറ്റ് കീപ്പർമാരായിട്ട് KL രാഹുൽ, അഭിഷേക് പോറൽ, ട്രിസ്റ്റൻ സ്റ്റബ്സ്, ബെൻ ഡക്കറ്റ്. ഓൾറൗണ്ടേഴ്സായിട്ട് അക്സർ പട്ടേൽ, വിപ്രാജ് നിഗം, KL ജയമേസൺ, ആക്കിബ് നബി, മാധവ് തിവാരി, T വിജയ്, അജയ് മണ്ഡൽ. സ്പിന്നേഴ്സായിട്ട് കുൽദീപ് യാദവാണ് പ്രധാനമായിട്ടും. ഫാസ്റ്റ് ബൗളേഴ്സായിട്ട് മിച്ചൽ സ്റ്റാർക്ക്, മുകേഷ് കുമാർ, T നടരാജൻ, ലുങ്കി എങ്കിഡി, ദുഷ്മന്ത ചമീര. സൂപ്പർ സ്ക്വാഡാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. അവരുടെ സ്ട്രെങ്ത് എന്താണ്? എന്താ സംശയം? അവരുടെ ബാറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളെല്ലാം അവർ പരിഹരിച്ചിട്ടുണ്ട്, ഒറ്റനോട്ടത്തിൽ, പേപ്പറിലെങ്കിലും. ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ ബെൻ ഡക്കറ്റ് ഉണ്ട്. വേണമെങ്കിൽ പഥും നിസാങ്കയെ ഉപയോഗപ്പെടുത്താം. KL രാഹുലുണ്ട്. വേണം പ്രതീക്ഷയായി നിങ്ങൾ ഓപ്പൺ ചെയ്യിച്ചോ. പിന്നെ ഫയർ പവറിൻ്റെ കാര്യം എടുത്തു പറയണം. അശുതോഷ് ശർമ്മ, ഡേവിഡ് മില്ലർ. ഇനി വേണോ നിങ്ങൾക്ക് സമീർ റിസ്വി ഉണ്ട്, അഭിഷേക് പോറലുണ്ട്. സൂപ്പർ ബാറ്റിംഗ് നിര. ബൗളിങ് നോക്കുക. ഓൾറെഡി അവിടെ മിച്ചൽ സ്റ്റാർക്ക് ഉള്ളതാണ്. മിച്ചൽ സ്റ്റാർക്കിനോടൊപ്പം ഇപ്പോൾ ആക്കിബ് നബിയെ കൂടി കൊണ്ടുവന്നിരിക്കുന്നു. 8.4 കോടിയാണ് അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തത്. സോ ഒരു സൂപ്പർ പെയർ അവർക്കുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പവർ പ്ലേയിലൊക്കെ പന്തെറിയാൻ സ്റ്റാർക്കിനൊപ്പം ആക്കിബ് നബിയെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അവരുടെ ഓവർസീസ് ബാറ്റിംഗ് പവർ, ബെൻ ഡക്കറ്റ്, ഡേവിഡ് മില്ലർ, വലിയ ത്രെട്ടാണ് ഇതൊക്കെ എതിരാളികൾക്ക്. പേസ് ഡെപ്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ലുങ്കി എങ്കിഡിയെയും KL ജാമേസിനെ കൂടി ആഡ് ചെയ്തപ്പോൾ വേറെ ലെവലായിട്ടുണ്ട്. മുകേഷ് കുമാറും T നടരാജനും ദുഷ്മന്ത ചമീരയും ഓൾറെഡി അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ സ്പിൻ ഡിയോ അറിയാലോ, കുൽദീപ് യാദവും അക്സർ പട്ടേലും അവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു സൂപ്പർ സ്ക്വാഡാണ്. അത് തന്നെയാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ്. ഇനി ഫ്യൂച്ചറിലേക്ക് വേണമെങ്കിൽ സാഹിൽ പ്രകാശിനെ പോലെയുള്ള താരങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, യങ് ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റർ. സോ അത് തന്നെയാണ് DCയുടെ സ്ട്രെങ്ത്. മികച്ച ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, മികച്ച ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓൾമോസ്റ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡാണ്. ഇവരുടെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ത്രെട്ട് എന്നൊക്കെ നമുക്ക് പറയാവുന്നൊരു കാര്യം, ഡെത്ത് ബൗളിംഗ് ഇപ്പോഴും ഒരു കൺസേൺഡ് ഏരിയ ആണ്. കാരണം DCക്ക് പ്രൂവൺ ഡെത്ത് ബൗളിംഗ് സ്പെഷ്യലിസ്റ്റ് T നടരാജനെ കൂടാതെ ആരാണുള്ളത്? T നടരാജൻ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ പരിക്കൊണ്ട് കളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതേ രൂപത്തിൽ അദ്ദേഹം ഒരു ഇഞ്ചുറി പ്രോണാണ് എന്ന കാര്യം കൂടി ഓർക്കുമ്പോഴാണ് ഡെത്ത് ബൗളിംഗ് ഒരു ഇഷ്യൂ ആവാനുള്ള സാധ്യത വളരെ വ്യക്തമായിട്ട് അവിടെ ഉണ്ട്. ഇത് തന്നെയാണ് അവരുടെ ഒരു ത്രെട്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് അവർ നേരിടുന്നൊരു ഭീഷണി അല്ലെങ്കിൽ ദൗർബല്യം എന്ന രൂപത്തിലൊക്കെ പറയാൻ പറ്റുക. ഏതായാലും ഓപ്ഷൻ വളരെ സ്ട്രോങ് ഓപ്ഷൻ ആയിരുന്നു. അവരുടെ കീ ആയിട്ടുള്ള നീഡ്സൊക്കെ അവർ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡെത്ത് ബൗളിംഗ് പ്രശ്നമല്ലെങ്കിൽ ഈ സ്ക്വാഡ് തീർച്ചയായിട്ടും മികച്ച രൂപത്തിൽ പെർഫോമൻസ് നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 10 ഒരു 8.5 കൊടുക്കും ഞാൻ ഇവരുടെ ഈ ഒരു സ്ക്വാഡിന്. ഇനി CSKയുടെ കാര്യത്തിലേക്ക് വന്നാൽ ആദ്യം അവരുടെ ഫുൾ സ്ക്വാഡ് നോക്കാം. ബാറ്റേഴ്സായിട്ട് രുദ്രാജ് ഗെയ്ക്വാദ്, ഡേവൽ ഡുബ്രവിസ്, ആയുഷ് മേത്രെ, സർഫറാസ് ഖാൻ, മാറ്റ് ഷോട്ട്. വിക്കറ്റ് കീപ്പേഴ്സായിട്ട് സഞ്ജു സാംസൺ, MS ധോണി, ഉരുൾ പട്ടേൽ, കാർത്തിക് ശർമ്മ. ഓൾറൗണ്ടേഴ്സായിട്ട് ശിവൻ ദ്യൂബ്, സാക് ഫോൾസ്, രാമകൃഷ്ണ ഘോഷ്, ശ്രേയസ് ഗോപാൽ, ജെമി ഓവേർട്ടൺ, അഖിൽ ഹുസൈൻ, അമൻ ഖാൻ, പ്രശാന്ത് വീർ. സ്പിന്നേഴ്സായിട്ട് നൂർ അഹമ്മദും രാഹുൽ ചാഹറും. ഫാസ്റ്റ് ബൗളേഴ്സായിട്ട് ഖലീൽ അഹമ്മദും നദാൻ എല്ലിസും, മാറ്റ് ഹെൻറിയും, ഗുർജപ്രീത് സിംഗും, മൻഷുൽ കമ്പോജും, മുഖേഷ് ചൗധരിയും. ഇപ്പോൾ ഇവരുടെ ബാറ്റിംഗ് തീർച്ചയായിട്ടും കുറച്ചുകൂടി ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഒരു പ്രശ്നമായിരുന്നു. സീസണിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴേക്കാണ് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു കോമ്പിനേഷൻ കണ്ടെത്താൻ പറ്റിയിരുന്നത്. ഇപ്പോൾ എന്തായാലും സർഫറാസ് ഖാനെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കാർത്തിക് ശർമ്മ വന്നിട്ടുണ്ട്. പ്രശാന്ത് വീർ ഓൾറൗണ്ടറാണ്. അപ്പം രവീന്ദ്ര ജഡേജയുമായിട്ട് ക്ലോസസ്റ്റ് എന്ന് പറയാവുന്ന തരത്തിലുള്ളൊരു താരത്തെ അവർ കണ്ടെത്തി എന്ന് പറയാം. അപ്പോൾ എന്താ, മികച്ച ടാലൻസിനെ, ഇന്ത്യയിലെ മികച്ച യങ് ടാലൻസിനെ കൊണ്ടുവന്നിട്ട് ബാറ്റിംഗ് ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ യങ് കോർ തന്നെയാണ്
അവരുടെ ശക്തി. അത് ഇന്ത്യക്കാരായാലും വിദേശ താരങ്ങളായാലും. ആയുഷ് മാത്രേ, ഉർവിൽ പട്ടേൽ, ഇത് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പ്രശാന്ത് വീർ, കാർത്തിക് ശർമ്മ, പിന്നെ ഡേവൽ ഡുബ്രവിസ് നേരത്തെയുള്ള, അതുപോലെ നൂർ അഹമ്മദ്, ബാറ്റിങ്ങും ബൗളിങ്ങും ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെ കുറേ യങ് താരങ്ങൾ അവർക്കുണ്ട്. ആ യങ് കോർ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. പിന്നെ ഓവർസീസ് സ്പേസ് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അവർ ഓൾമോസ്റ്റ് കവർ ചെയ്തു എന്ന് പറയാം. മാറ്റ് ഹെൻറിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാക് ഫോക്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അവിടെ ഒരല്പം അവർ കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അഖിൽ ഹുസൈൻ, രാഹുൽ ചാഹർ, നൂർ അഹമ്മദ്. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ശക്തി. ഇനി ഏറ്റവും വലിയ ശക്തി എന്ന് വേണമെങ്കിൽ പറയാൻ, എല്ലാ കാര്യങ്ങളും നോക്കാൻ അവിടെ തലയില്ലേ. പിന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രുദ്രാജ് ഗെയ്ക്വാദും സഞ്ജു സാംസണും ഉണ്ട്. മൊത്തത്തിൽ കുറേ പോസിറ്റീവ്സ് ഈ സ്ക്വാഡിനുണ്ട്. പക്ഷേ സ്റ്റിൽ അവിടെ പോസിബിൾ കൺസേൺസ് ഉണ്ട്, വീക്ക്നെസ് ഉണ്ട്, ത്രെട്ട് ഉണ്ട്. എന്താണത്? ഡെത്ത് ബൗളിംഗ് ഈസ് എ പ്രോബ്ലം. നദാൻ എല്ലിസ് ഒഴികെ പിന്നെ ആരും എന്നുള്ളതാണ്. നദാൻ എല്ലിസും ഹെൻറിയും ഫോക്സും ഒക്കെ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കണ്ടീഷനിൽ അവർ മികച്ച രൂപത്തിൽ ചെയ്യും, അല്ലാതെ കൺസിസ്റ്റൻ്റ്ലി അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നില്ല. ഒരു പക്ഷേ ഈ ഹെൻറിക്കൊക്കെ പകരം മുസ്തഫീസുർ റഹ്മാനൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ആ ചെപ്പോക്കിലെ പിച്ചിന് കുറച്ചുകൂടി സൂട്ടബിൾ ആയേനെ. പക്ഷേ മുസ്തഫീസുറിന് വേണ്ടി ഒരു ശ്രമം നടത്തിയെങ്കിലും ലഭിക്കാതെ പോയി. സോ ഡെത്ത് ബൗളിംഗ് ഇസ് സ്റ്റിൽ എ കൺസേൺ. പിന്നെ ഇന്ത്യൻ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ നൂർ അഹമ്മദ് വിദേശ താരം, അദ്ദേഹം തിളങ്ങിയില്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ സ്പിന്നർ രാഹുൽ ചാഹറാണ് അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. രാഹുൽ ചാഹറിന് അതിനുമാത്രമുള്ളൊരു പെർഫോമൻസ് നടത്താൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അതും അവർ സംബന്ധിച്ചിടത്തോളം ഒരു ത്രെട്ടാണ്. ഏതായാലും ഓപ്ഷനിൽ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. യൂത്തും അതുപോലെ തന്നെ ഓവർസീസ് എക്സ്പീരിയൻസ് കൂടി മിക്സ് ചെയ്യാനാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ശ്രമിച്ചിട്ടുള്ളത്. സ്പിന്നേഴ്സ് നല്ല രൂപത്തിൽ ഒരു ഡെത്ത് ഓവറിലടക്കം ബോൾ ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെയുണ്ട്. അതർവൈസ് പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഭാവിയിലേക്കുള്ളൊരു സ്ക്വാഡ് എന്ന് പറയാം. പക്ഷേ ഇപ്പോഴെന്ത് എന്ന ചോദ്യം വരുമ്പോൾ അതിൽ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ ധോനിയെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ അവിടെ ഉള്ളപ്പോഴാണല്ലോ ഇത് പറയുന്നത് ഉള്ളൊരു വിരോധാഭാസമുണ്ട്. ബട്ട് സ്റ്റിൽ കുറേ യുവതാരങ്ങൾ ഉള്ളതുകൊണ്ട് ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ഈസ് എ പ്രോബ്ലം. ഒരു 7.5 കൊടുക്കാവുന്ന സ്കോഡാണ് എന്നേ എനിക്കിപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ. സോ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.